അതേപോലെ കോള് കട്ട് ചെയ്യുകയും ചെയ്യരുത്. എടുക്കുകയും ചെയ്യരുത്, കട്ട് ചെയ്യുകയും ചെയ്യരുത് അല്ലേ? അതെ അതെ. ആദ്യം ലെഫ്റ്റ് ആവാം, മീറ്റിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് പിന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ മീറ്റ് ഡിസ്മിസ് ആയി പോകും. ഫാത്തിമ, ബീന, റംല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? മാം തുടങ്ങട്ടെ? 26 പേരേ ആയിട്ടുള്ളൂ കേട്ടോ. ആ, ഒരു 34 വരെ നോക്കിയാലോ? ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? പഴയതുവരെയൊക്കെ എല്ലാം നമ്മൾ എവിടം വരെ എടുത്തു? ഖൈറുൻ മിൻ അൽഫി ശഹർ. ഖദർ അല്ലേ? ഖദർ. ഖദറാണ്. നമ്മളിനി യൂണിറ്റ് 30ലേക്കാണ് പോകുന്നത് അല്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. യൂണിറ്റ് 30 കുറച്ചും കൂടെ എടുക്കാൻ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാ. ഞാൻ പിന്നെ റഷിദ മാം, ഞാൻ ഹസീന ടീച്ചർക്ക് റിസൾട്ട് അയക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നേ പോയി. കഴിഞ്ഞ ആഴ്ചയും ഹസീന ടീച്ചർ വന്നപ്പോ പറയണം എന്ന് കരുതിയതാണ് കേട്ടോ. റഷിദ മാം ഒന്ന് പറയണേ, ഞാൻ വിളിക്കാം. പുള്ളി തിരക്കായിപ്പോ. കഴിഞ്ഞ ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയും കാര്യങ്ങളൊക്കെ ആയി എല്ലാം വിട്ടുപോയി. എത്ര പേര് ഫുൾ മാർക്ക് ഉണ്ട്? 3 പേർക്ക് 100 മാർക്ക് കിട്ടി, മാഷാ അല്ലാ. പിന്നെ 90-ൽ കൂടുതൽ ഒരു 10-26ഓളം പേർക്ക് 90-ൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. ഇനിയും ഈ പഠിച്ചതൊക്കെ മൗത്ത് വരെയൊക്കെ നിലനിർത്തി കൊടുക്കും. അതെ 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 അതെ. 26 പേർക്ക് 90-ലേറെ മാർക്കുണ്ട്, 3 പേർക്ക് ഫുൾ മാർക്ക് ഉണ്ട്. ഫുൾ മാർക്ക് ഉണ്ട്, മാഷാ അല്ലാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനാണ് സർവസ്തുതി. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനി ആരെങ്കിലും ഹോസ്റ്റ് ആക്കാനുണ്ടെങ്കിൽ അവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്താൽ ആക്കാമായിരുന്നു. ഈ ആയവരെ ആക്കണ്ട കേട്ടോ. ബീന, ഫാത്തിമ, റംല, സുലേഖാനെ ആക്കിയിട്ടുണ്ട് ഇപ്പൊ. ഹലോ, സോനി ഷഫീഖ് ഹോസ്റ്റ് ആവാം. അങ്ങനെ പറഞ്ഞാലും മതി. ഓക്കെ. ഇതിൽ ആരെങ്കിലും ഐഫോൺ ഉള്ളവരുണ്ടോ? ഇല്ല, സുലേഖ അല്ല. ഇല്ല. അൽഹംദുലില്ലാഹ്. ഉണ്ടെങ്കിൽ കാര്യം ചെയ്താൽ മതി. ആദ്യം കോള് വന്ന ആദ്യം നിങ്ങൾ ലെഫ്റ്റ് ആവാം, അല്ലെങ്കിൽ മീറ്റ് ഡിസ്മിസ് ആയി പോകും. എല്ലാവർക്കും റീഹാനത്ത് വീക്ക് ആക്കിയിട്ടുണ്ട്. നജാത്ത്, സുമരിയ അവരൊന്നും കാണുന്നില്ല മാം. സുമരിയക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളും അങ്ങനെ അതിന്റെ വാപ്പാടതും അങ്ങനെ കുറെ വിഷയങ്ങളായിട്ട് സുമരിയ തിരക്കിലാണ്. പിന്നെ ബാക്കി ലീഡേഴ്സ് കാണണം. ഷബാന, നജാത്ത്, അവരൊക്കെ ഇവിടെ ഉണ്ടോ? നജാത്ത് വന്നിട്ടില്ല. ഷബാനയും കാണുന്നില്ല. വന്ന് കേറുമായിരിക്കും, ഇനി ബാക്കി വന്ന് ജോയിൻ ചെയ്യുമായിരിക്കും. ഇപ്പൊ 47 ആയിട്ടുണ്ട്. വേണമെങ്കിൽ ക്ലാസ് എടുത്തോളൂ. ഞാൻ മ്യൂട്ട് കൊടുക്കട്ടെ? ഓക്കെ. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد.
اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا فنعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبفضل الله അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ഖുർആൻ പഠനത്തിന് ഒരു എളുപ്പവഴി ഇതിൽ 30ാമത്തെ യൂണിറ്റിൽ നമുക്ക് അൽഹംദുലില്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എല്ലാവർക്കും കൂടാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖാണ്. നമ്മൾ സെം 2 പൂർത്തിയാക്കി അല്ലെ, സെം 3ലേക്കാണ് ഇപ്പൊ നമ്മൾ ടേം ആക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. സെം എന്നുള്ളത് ടേം 3 എന്നുള്ള പദപ്രയോഗമാക്കിയിരിക്കുകയാണ് ഇൻഷാ അള്ളാ. അപ്പൊ യൂണിറ്റ് 30 സൂറത്തു അൽ ഖദറിന്റെ 2ാമത്തെ പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. അൽഹംദുലില്ലാ. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലിനെ സ്വാലിഹായ ഒരു അമലാക്കി ഇരുലോകത്തും പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് നമ്മൾ അള്ളാഹുവിന്റെ അടിയാറുകളാണ് എന്നുള്ള ചിന്ത, ആ ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. നമ്മളെ ഈ പഠനമൊക്കെ നമ്മളെ നല്ലൊരു ആബിദാക്കി അല്ലെ, അടിമയാക്കി അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു ഉത്തമ ദാസനും ദാസിയും ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങളാണ്. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് കൂടുതൽ കൂടുതൽ ഖുർആൻ മനസ്സിലാക്കാനും ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അൽഹംദുലില്ലാ ബിഫദ്ലില്ലാ. അപ്പൊ സൂറത്തു ഖദറിന്റെ ആദ്യ ഭാഗം ഓർമ്മയുണ്ടോ? ഒന്ന് പറയാവോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. എന്താണ് അർത്ഥം? നിശ്ചയമായും നാം അതിനെ അവതരിപ്പിച്ചു. എപ്പോ? ഫീ ലൈലത്തിൽ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. വിധി നിർണായക രാവ് എന്താണെന്ന് നിനക്ക് എന്തറിയാം? എന്തറിയാം? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. വിധി നിർണായക രാവ് ഉത്തമമാണ് വിധി നിർണായക രാവ്. 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. അൽഹംദുലില്ലാ. നാം ഏവരും കാത്തിരിക്കുന്നു അല്ലെ, റമളാനിലേക്ക് എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അല്ലെ. ആ രാവുകളിലേക്കാണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അതിലേക്ക് എത്താനുള്ള ഒരു എന്താണ്, ഒരു തേട്ടമാണ് അല്ലെ. അതിലേക്ക് എത്താനുള്ള ഒരു പ്രയാണത്തിലാണ് നമ്മൾ എല്ലാവരും. അൽഹംദുലില്ലാ. ആ റമളാനിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാനും കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ ഏറ്റവും നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഇബാദത്തിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കുകയാണ് തനസ്സലുൽ മലായികത്തു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. എന്താണ്? തനസ്സലുൽ മലായികത്തു. നസല ഇറങ്ങി, നസ്സല അല്ലെ. തനസ്സലുൽ മലായികത്തു മലക്കുകൾ ഇറങ്ങി വരും. തനസ്സലുൽ മലായികത്തു മലക്കുകൾ അല്ലെ ഇറങ്ങി വരും. വർ-റൂഹു ആരും? ജിബ്രീലും. മലക്കുകളും ജിബ്രീലും അല്ലെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ റൂഹ് അല്ലെ, റൂഹുൽ അമീൻ, റൂഹുൽ ഖുദുസ് ഇങ്ങനെയുള്ള നാമങ്ങളിലാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പോ മലക്കുകൾ ഇറങ്ങി വരും. ആരും കൂടെ? വർ-റൂഹ് ജിബ്രീലും. ഫീഹാ അതിൽ. ഫീഹാ നമുക്ക് അറിയാം അല്ലെ. ഫീഹ എങ്ങനെ വന്നു എന്ന് പറഞ്ഞേ, ആർക്ക് പറയാം? ഫീഹ ഫീഹി ഫീഹിം അപ്പൊ ഫീ പ്ലസ് ആണല്ലേ, ഫീ ഇല്ലാണ്, അതിലാണ് ഫീഹി ഫീഹിം ഫീക ഫീക്കും ഫിയ ഫീന ഫീഹ അതിൽ അല്ലെ. നമ്മൾ പറയാം അവളിൽ. അപ്പൊ ആ രാത്രിയിലാകുമ്പോ അതിൽ, അതിനാണ് ഹാ ചേർത്തത്. ഫീഹ രാവിനെയാണ് കേട്ടോ. അപ്പൊ ഫീഹ അതിൽ ആരൊക്കെ ഇറങ്ങി വരും? ജിബ്രീലും മലക്കുകളും ഇറങ്ങി വരും. എന്തുകൊണ്ട്? ബി ഇദ്നി റബ്ബിഹിം. ബി ഇദ്നി റബ്ബിഹിം. എന്താണ് ബി ഇദ്നി റബ്ബിഹിം? അള്ളാഹുവിന്റെ ഉത്തരവുമായി. ബി ഇദ്ന് എന്ന് പറഞ്ഞതാണ് അനുമതിയുമായി അല്ലെ. അള്ളാഹുവിന്റെ ഉത്തരവുമായി. ഏതിനെ സംബന്ധിച്ച്? മിൻ കുല്ലി അംർ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച്.
എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച്. ഓക്കെ, ബി ഇദ്നി. അപ്പം ഇതിനെന്നുള്ള വാക്കാണ് ബി ചേർത്തപ്പോ എന്തായി? ബി ഇതിന് ഇദ്നി. ഓക്കെ, ബി ഇദ്നി റബ്ബിഹിം. നമുക്കറിയാം റബ്ബിഹിം എങ്ങനെയായി? റബ്ബുഹു റബ്ബുഹും റബ്ബുക അല്ലെ? റബ്ബുക്കും ആ പാച്ചാണ്. അപ്പൊ റബ്ബിഹിം ബി ഇദ്നി റബ്ബിഹിം, റബ്ബിഹിം അവരുടെ നാഥന്റെ ഉത്തരവുമായി. മിൻ കുല്ലി അമ്ര, മിൻ കുല്ലി എല്ലാ ഓരോ കാര്യങ്ങളെ കാര്യം, കൽപ്പന, ഉത്തരവ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മിൻ കുല്ലി അമ്ര എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് ആര് വരും? മലക്കുകളും ജിബ്രീലും അതിൽ ഇറങ്ങി വരും. സുബ്ഹാനല്ലാഹ് അല്ലെ, എന്തൊരു അനുഗ്രഹീത രാവാണ്. അൽഹംദുലില്ലാ. എന്നിട്ട് എന്താ പറയാ? സലാമുൻ ഹിയ. എന്നിട്ട് പറയും സലാമാണ് അല്ലെ, ശാന്തി അത്രേ, സമാധാന ശാന്തി അത്രേ അത്. സലാമുൻ ഹിയ, ഹിയ അതിൽ. അപ്പൊ അവളിൽ എന്നുള്ളത് ഹിയ എന്നുള്ള രാവിനെയാണ് അല്ലെ, ആ ലൈലത്തുൽ ഖദറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹിയ സലാമുൻ ഹിയ ഏതുവരെയാണ്? ഹത്താ വരെ. ഫജർ, എന്ന് പറഞ്ഞാണ് ഉദയം അല്ലെ. ഫജർ, ഫജർ പ്രഭാതം, പ്രഭാതോദയം വരെ, ഹത്താ വരെ. ഓക്കെ, മത്ല എന്നാണ് അത് കണക്ട് ചെയ്ത് പറയുമ്പോൾ മത്ലഇൽ ഫജ്രി. ഓക്കെ, ഇവിടെ നോക്കിയേ, ഹത്താ മത്ലഇൽ ഫജ്രി. അപ്പൊ ഓക്കെ, മത്ലഇൽ ഫജ്രി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? തമ്മിൽ ഒരു കണക്ഷൻ ഓർമ്മയുണ്ടോ? സംബന്ധിക വിഭക്തി. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. ക്ലിയർ ആണല്ലേ? ഓർമ്മയുണ്ട് എല്ലാവർക്കും? മത്ലഇൽ ഫജ്രി, പ്രഭാതോ ഉദയം വരെ. അപ്പം മത്ല എന്ന് പറഞ്ഞാൽ ഉദയം, ഫജ്ർ എന്താണ്? പ്രഭാതം. പ്രഭാതത്തിന്റെ ഉദയം. കണക്ട് ചെയ്തുണ്ടോ? മത്ലഇൽ. അപ്പൊ ആദ്യത്തതിന് അല്ലില്ല, തൻവീനില്ല, സർവനാമങ്ങളൊന്നും ചേർന്ന് വന്നിട്ടില്ല. രണ്ടാമത്തെ ഭാഗം എന്തായി? അവസാനത്തിൽ കസർ. അപ്പൊ മത്ലഇൽ ഫജ്ർ, അപ്പൊ സംബന്ധിക വിഭക്തിയായി മത്ലഇൽ ഫജ്രി. മനസ്സിലായോ? അപ്പൊ പ്രഭാതത്തിന്റെ ഉദയം വരെ അത് പ്രശാന്തമാണ്. ആ രാവ് എന്താണ്? ശാന്തമായിരിക്കും. അപ്പൊ അതുവരെ, ആ പ്രഭാത ഉദയം വരെ ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. ആ ടൈമിങ്ങിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇതാണ് നമ്മുടെ സൂറ. നിങ്ങൾക്കറിയാം ലൈലത്തുൽ ഖദറിനെ പറ്റിയൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. മാഷാ അല്ലാഹ്. നമുക്കുള്ള ഈ ദുനിയാവിലെ എല്ലാ, ഭൂമിയിൽ എന്തൊക്കെ വേണം അല്ലെ എന്നുള്ള എല്ലാ കൽപ്പനകളുമായിട്ട്, ആ ഒരു വർഷത്തേക്കുള്ള എല്ലാ കൽപ്പനകളുമായിട്ട് മലക്കുകൾ ഇറങ്ങി വരുന്ന രാവാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ അവസാനത്തെ 10 പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ ഈ പഠിച്ച ഇത്രയും പോർഷൻ ഒന്നുകൂടെ പറഞ്ഞേ, ആർക്ക് പറയാം? ഇതില് പുതിയ വാക്കായിട്ട് ഇതിന് ഉണ്ടല്ലെ. ഇതിനുണ്ട് അമ്ര കൽപ്പന, ഇതിന് അനുമതി, ഇതിന് അനുമതി, അമ്ര കൽപ്പന. ഓക്കെ, കുല്ലുൻ എല്ലാം എന്നുള്ളതാണ്. ഓക്കെ, ഫീഹ അതിൽ അല്ലെങ്കിൽ അവളിൽ, റൂഹ് അറിയാം. റൂഹിന് യഥാർത്ഥത്തിൽ ആത്മാവുന്നുണ്ട്. പക്ഷെ മലക്കുകളുടെ കൂടെ ചേർത്ത് പറയുമ്പോൾ എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് റൂഹുൽ അമീൻ, റൂഹുൽ ഖുദുസ് എന്നൊക്കെ ഉപയോഗിക്കുന്നത് ഖുർആനിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്ന് പറഞ്ഞ ഈ അർത്ഥം ഒന്ന് പറയാവോ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹ. തനസ്സലുൽ മലായികത്തു മലക്കുകൾ ഇറങ്ങി വരും. വറൂഹു ജിബ്രീലും ഫിഹ അതിൽ. ബിഇദ്നി റബ്ബിഹിം അവരുടെ നാഥന്റെ അനുമതി പ്രകാരം, അനുമതി ഉത്തരവുമായി, അനുമതിയുമായി. മിൻ കുല്ലി അംരിൻ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച്. എല്ലാ കാര്യങ്ങളും നോക്കിയേ, ഇവിടെ ഒന്ന് നോക്കിയേ. മിൻ വന്നപ്പോ എന്തായി? കുല്ലുന്നുള്ളത് എന്തായി? കുല്ലിനായി. കുല്ലിയായി അല്ലെ. കേട്ടോ, മിൻ കുല്ലി. അപ്പൊ നോക്കിയേ, കുല്ലി അംര. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്ത് പറയാം? ഇതൊരു സംബന്ധിക വിഭക്തി അല്ലെ, എല്ലാ കാര്യങ്ങളെയും കുറിച്ച്. അപ്പൊ അതിനെ രണ്ടും കണക്ട് ചെയ്തിട്ട് കുല്ലി അംരി അല്ലെ. മിൻ കുല്ലി അംരി. ഓക്കെ, എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച്. കണ്ടോ, മിൻ വന്നപ്പോ കുല്ലിയായി. കറക്റ്റ് ആയല്ലോ. കുല്ലുനാണ് നോർമലി, പക്ഷെ ഇവിടെ എന്തായി? കുല്ലിയായി അല്ലെ. അപ്പൊ നോർമലി ഒരു വാക്ക് എപ്പോഴും എന്തായിരിക്കും? ഒമ്മത്തായിരിക്കും അല്ലെ. എപ്പോഴും ഒമ്മായിരിക്കും യഥാർത്ഥത്തിൽ അതിന് ചിഹ്നം വരിക. അത് മാറണമെങ്കിൽ അതിന്റെ തൊട്ട് മുന്നേ ആരെങ്കിലും ഉണ്ടാവും അല്ലെ. അപ്പൊ അതെങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുക. ഓക്കെ, എന്തുകൊണ്ട് അത് മാറി? നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ ഒരു ഇത് വരുന്നുണ്ട് അല്ലെ നമുക്കിപ്പോ. മിൻ കുല്ലി അംരിൻ. ഓക്കെ, മാഷാ അല്ലാഹ്. അടുത്തത്, അടുത്ത ഭാഗം. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ ഹിയ, സലാമുൻ ഹിയ അത്,
സലാമുൻ സമാധാനം. അത് സമാധാനം ആണ്. ഹത്ത വരെ. ആ മത്ലഇൽ ഫജ്ർ. ആണ്, ഹെവി ലെറ്റർ ആണ്. മത്ലഇൽ ഫജ്ർ. മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ. പ്രഭാതോദയം വരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, സത്യവിശ്വാസത്തോടും സത്യവിശ്വാസത്തോടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കണക്കാക്കിക്കൊണ്ടും ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുന്ന പക്ഷം, എങ്ങനെയാണ്? സത്യവിശ്വാസം അല്ലെ, അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം വേണം അല്ലെ. നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാം നമ്മുടെ എല്ലാം എന്തായിരിക്കണം? അള്ളാഹുലേക്കായിരിക്കണം അല്ലെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കീഴൊതുക്കവും വണക്കവും ഭയവും പ്രതീക്ഷയും സ്നേഹവും എല്ലാം ആരിലായിരിക്കണം? അള്ളാഹുലായിരിക്കണം അല്ലെ. നമ്മുടെ ഒരു ആവശ്യം വരുമ്പോ നേരെ അമ്പിയാക്കളടുത്തും ഔലിയാക്കളടുത്തും ഓടുന്നവരാവരുത് അല്ലെ. എല്ലാ റബ്ബിലേക്കായിരിക്കും എല്ലാ പ്രതീക്ഷകളും, എല്ലാ ആഗ്രഹങ്ങളും, നമ്മുടെ എല്ലാ നേർച്ചകളും എല്ലാം. സത്യവിശ്വാസം അപ്രകാരമായിരിക്കണം. പരിപൂർണമായ സത്യവിശ്വാസത്തോടും പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കണക്കാക്കിക്കൊണ്ടും ലൈലത്തുൽ ഖദ്റിൽ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുന്ന പക്ഷം അവന്റെ കഴിഞ്ഞു പോയ പാപം പൊറുക്കപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? നമുക്ക് സ്വർഗം വേണം അല്ലെ. സ്വർഗം വേണമെങ്കിൽ എന്താ വേണ്ടത്? പാപമുക്തമാവണം അല്ലെ. പാപങ്ങളെല്ലാം മാപ്പാക്കി തരണം. അപ്പൊ പുറവും അകവും നമുക്ക് ശുദ്ധമാവണം എന്നുള്ളതാണ് മെയിൻ പോയിന്റ് അല്ലെ. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ അതിന് പ്രധാനപ്പെട്ട ടൂൾ എന്താണ്? നമുക്ക് സത്യവിശ്വാസം വേണം. അപ്പം അതുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരും. അപ്പൊ നമുക്ക് ഉള്ളും അകവും പുറവും ശുദ്ധമാവണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി പാപമോചനവും ചെയ്തുകൊണ്ട് സത്യവിശ്വാസത്തോടുകൂടി പാപമോചനം തേടിക്കൊണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എത്രമാത്രം ആ ഒരു പോയിന്റാണ് കണക്ട് ചെയ്ത് അള്ളാഹു തന്നിരിക്കുന്നത്. നിങ്ങൾ സത്യവിശ്വാസത്തോടെ ആയിരിക്കണം അല്ലെ. നമസ്കരിക്കുകയും വേണം. അതോടൊപ്പം ആ നമസ്കാരം എന്താണ്? ആ ലൈലത്തുൽ ഖദർ രാവിലെ പ്രതീക്ഷയോട് കൂടി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കണക്കാക്കിക്കൊണ്ട് ഒരാൾ നമസ്കരിക്കുന്ന പക്ഷം അവന്റെ കഴിഞ്ഞു പോയ പാപം പൊറുക്കപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് അത് തന്നെ മതിയല്ലേ. അൽഹംദുലില്ലാഹ്. അള്ളാഹു അപ്രകാരം നമുക്ക് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ അല്ലെ. വരും രാവുകൾ നമ്മൾ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു എത്തിക്കട്ടെ നമ്മളെല്ലാവരെയും ആരോഗ്യത്തോടെ ഇഖ്ലാസോടുകൂടി കൂടുതൽ നല്ല സന്തോഷത്തോടെ അമലുകൾ ചെയ്യാനുള്ള ഒരു തൗഫീഖ് ആ റമദാനിൽ നമുക്ക് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ അതാണ് പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട കാര്യം. എന്താണ്? സത്യവിശ്വാസമാണ്. നമുക്ക് എന്താണ്? നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്, നമ്മൾ ദാസന്മാരാണ്, നമ്മൾ ദാസിമാരാണ് അല്ലെ. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ്. അല്ലാതെ നമ്മള് മറ്റ് വിശ്വാസികളെ പോലെ നമ്മൾ ദുനിയാവ് തേടി ദുനിയാവിൽ കുറെ സമ്പാദിച്ച് നമ്മൾ അതിന്റെ പുറത്തിരിക്കാൻ വന്നവരല്ല. നമ്മൾ ജസ്റ്റ് ഒരു വഴിയാത്രക്കാരാണ് അല്ലെ. ആലമുൽ അർവാഹ്, റൂഹുകളുടെ ലോകത്തിൽ നിന്നും നമ്മളെ ഭൂമിയിലേക്ക് അയച്ചു അല്ലെ. ഉമ്മയുടെ ഗർഭപാത്രത്തിലാക്കി കൊണ്ടുവന്നു. പിന്നെ എന്താണ്? ഭൂമിയിലേക്ക് വന്നു. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ ഒന്നും അല്ലാത്തൊരു കാലഘട്ടം നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലേ. എല്ലാവർക്കും അറിയാം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഉൻ മദ്കൂറ. നമ്മൾ പറയാൻ ഒരു പ്രസ്താവ്യ യോഗ്യമായ ഒന്നുമേ അല്ലാതിരുന്ന ഒരു കാലഘട്ടം നമ്മൾ എല്ലാവർക്കും ഒന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലേ. നമ്മൾ അള്ളാഹുവിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലാവുന്നതിന് മുമ്പേ നമ്മൾ എന്തായിരുന്നു? നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മൾ ഒന്നും അല്ല അല്ലെ. അപ്പോ നമ്മൾ അങ്ങനെയൊക്കെ അള്ളാഹു ഓരോ സ്റ്റേജിലൂടെ ആ ആകാശത്തു നിന്നും വന്ന റൂഹ് ഭൂമിയിലേക്ക് അള്ളാഹു മണ്ണിൽ നിന്നും പടച്ച മനുഷ്യന്റെ ഗർഭാശയത്തിലേക്ക് ഇട്ടുകൊടുത്തു. ആ മനുഷ്യന്റെ റൂഹും മനുഷ്യ ശരീരമായിട്ട് കണക്ട് ആയല്ലേ. അപ്പൊ നമുക്കൊരു ടൈം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ മലക്ക് വന്ന് 4 മാസം ആകുമ്പോ നമ്മുടെ ഒരു ഘട്ടത്തിൽ റൂഹ് നമുക്ക് ഇട്ടു തരികയാണ് അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് തിരിച്ചെടുക്കാൻ, നമ്മളിൽ നിന്നും റൂഹ് തിരികെ എടുക്കാനും അതുപോലെ മലക്കുകൾ വരും അല്ലെ. അപ്പൊ അതിനകം നമുക്ക് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ അമൽ അഹ്സന അമൽ, അള്ളാഹുവിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അമലുകൾ ചെയ്യുക, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് മനുഷ്യർക്ക് അള്ളാഹു ഓരോരോ ഗിഫ്റ്റ് ഓഫർ ടൈമുകൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു പ്രീഷ്യസ് ആയ ടൈമാണ് ലൈലത്തുൽ ഖദ്ർ അല്ലെ. അപ്പൊ നമുക്ക് വളരെ ചുരുങ്ങിയ കാലയളവാണ്. നമ്മൾ ഒരു 60 അല്ലെങ്കിൽ 70, ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ 45, 50, ഏത് ടൈം വേണമെങ്കിലും നമുക്ക് തിരികെ പോകാം. അള്ളാഹു എപ്പോ വേണമെങ്കിലും നമുക്ക് തന്ന ടൈം നിർത്തിവെക്കാം.
അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പം ഇങ്ങനെയുള്ള പ്രീഷ്യസ് ആയ ടൈമുകൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരുന്നുണ്ടല്ലേ, ദുൽഹജ്ജ് 10, റമദാൻ, ലൈലത്തുൽ ഖദർ, ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഈ സമയങ്ങളൊക്കെ അൽഹംദുലില്ലാ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുമായിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോ ശരിക്കും നമ്മൾ ഇത് എന്താണ് ഉപയോഗിക്കേണ്ട ടൈമിംഗ് ആണല്ലേ, അൽഹംദുലില്ലാ. അപ്പൊ ഈ സൂറയിലൂടെ അള്ളാഹു നമുക്ക് അറിയിക്കണം. അപ്പോ അടുത്ത ഒരാളൂടെ ഒന്ന് അർത്ഥം പറഞ്ഞേ. ഞാൻ പറയട്ടെ ടീച്ചറെ. പറ. തനസ്സലുൽ മലായികത്തു മലക്കുകൾ ഇറങ്ങി വരും, റൂഹു ജിബിരിയിലും, ഫീഹാ അതിൽ, ബിഇദ്നി റബ്ബിഹിം അവരുടെ നാഥന്റെ ഉത്തരവുമായി, മിൻ കുല്ലി അംരിൻ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച്, സലാമുൻ ഹിയ അത് പ്രശാന്തമാണ്, ഹത്താ മത്ലഇൽ ഫജ്ർ പ്രഭാതോദയം വരെ. മാഷാഅല്ലാ മാഷാഅല്ലാ അൽഹംദുലില്ലാ. അപ്പൊ ഹത്ത വരെ, മത്തുല ഇനി പറക്കരുതേ. നമ്മൾ തുലൂ ശംസിയൊക്കെ വായിച്ചിട്ടുണ്ട്. തുലൂ ശംസിലെ ഉദയം, തുലൂ നമ്മള് ഈ നമസ്കാരത്തിന്റെ ടൈമിങ്ങിനൊക്കെ എഴുതുമ്പോ പള്ളികളിലൊക്കെ കാണാറുണ്ട് തുലൂ അല്ലെ, എന്താണ് ഉദയ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് മത്തുല കേട്ടോ, മത്തുലഇൽ ഫജ്ർ എന്താണ് പ്രഭാതോദയം വരെ. ഓക്കെ, ഇനി ഒരാളോട് ഒന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തനസ്സലുൽ മലായികത്തു മലക്കുകൾ ഇറങ്ങി വരും, വറൂഹു ജിബ്രീലും, ഫീഹ അതിൽ, ബിഇദ്നി റബ്ബിഹിം അവരുടെ നാഥന്റെ ഉത്തരവുമായി, മിൻ കുല്ലി അംരിൻ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച്, സലാമുൻ ഹിയ അത് പ്രശാന്തമാണ്, ഹത്താ മത്ലഇൽ ഫജ്ർ പ്രബോധോദയം വരെ. മാഷാഅല്ലാ അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച ദിവസം ഒരു ചുരുങ്ങിയ സമയമുണ്ട്, നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. വെള്ളിയാഴ്ച ദിവസത്തിൽ അതിന്റെ ഒരു ഭാഗത്തിൽ ഒരു ചുരുങ്ങിയ സമയമുണ്ട്. ഒരു മുസ്ലിം നമസ്കാരത്തിലായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയം കഴിച്ചു കൂട്ടിയാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോ ലൈലത്തുൽ ഖദറിനെ പോലെ തന്നെ ഈ സമയം ഏതെന്ന് നമുക്ക് നിജപ്പെടുത്തിയിട്ടില്ല, നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹമാണ് അല്ലെ. അപ്പൊ ഇന്ന ടൈം വരെ ഉണ്ട്, അത് ഇത്ര സമയം ഇത്ര പോയിന്റ് ഒന്നും പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് മാത്രം ആയിപ്പോലെ. അതുകൊണ്ട് നമ്മളെ മുഴുവൻ സമയവും പ്രയോജനപ്പെടുത്താൻ വേണ്ടി, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്. അപ്പോ അത് ആ സമയമായി യോജിച്ചേക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കൂടുതൽ സമയം നമസ്കാരവും പ്രാർത്ഥനയിലൊക്കെ നമുക്ക് മുഴുവൻ കഴിയും അല്ലെ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോ നിഷ്കളങ്കവും സുദൃഢവുമായ വിശ്വാസവും അതിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അത്യുത്സാഹവും ഉള്ളവർക്ക് അത് അള്ളാഹു അതിന് തൗഫീഖ് നൽകുന്നതുമായിരിക്കും കേട്ടോ. നിഷ്കളങ്കവും സുദൃഢവുമായ വിശ്വാസവും അല്ലെ, അതിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം വർദ്ധിപ്പിക്കുവാനുള്ള അത്യുത്സാഹം ഉള്ളവർക്ക് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകും. അമീൻ. അള്ളാഹു നമ്മളെല്ലാം അതിൽ ഉൾപ്പെടുത്തട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പോ ഇതാണ് നമ്മുടെ സൂറത്തുൽ ഖദർ. എല്ലാവർക്കും മനസ്സിലാക്കാൻ വിചാരിക്കുന്ന. ഇനി നമ്മുടെ ഗ്രാമർ ഭാഗത്തിലേക്ക് പോകാം. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗം എന്താണ്, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? നമ്മൾ ഏതിലേക്കാ വന്നത്? നമ്മള് അറബിക് പദങ്ങളെ 3 ഡിവൈഡ് ചെയ്തു. എന്തായിരുന്നു? ആദ്യം ഇസ്മ അല്ലെ, നാമം, അവ്യയം, ക്രിയ. ഓക്കെ, എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോ എല്ലാം പഠിച്ചു കഴിഞ്ഞല്ലേ. ഈ ഭാഗങ്ങളൊക്കെ എപ്പോ ചോദിച്ചാലും നിങ്ങൾ പറയും. അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ മിടുക്കികളാണ്. എല്ലാരും നന്നായിട്ട് അടിസ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ് അല്ലെ. അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ പഠിച്ചു നാമം എന്നാൽ എന്തെന്ന് അറിയാം അല്ലെ. പേരിനെ കുറിക്കുന്ന ഏതൊരു വസ്തുവിന്റെയും, സാധനമാവട്ടെ, സ്ഥലത്തിന്റെ ഒക്കെ ഒരു ആശയത്തിന്റെ ഒക്കെ പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് നാമം അല്ലെ. അപ്പൊ അതിന് പകരം നിൽക്കുന്ന സർവനാമങ്ങളാണ് അറബിയിൽ ഭാഷ നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? മാഷാഅല്ലാ. അപ്പൊ അതിനെ നമ്മള് നാമത്തോടെ ആഡ് ചെയ്ത് പഠിച്ചു. അപ്പൊ നമുക്കറിയാം അത് എങ്ങനെയാണ് എന്റെ രൂപമെന്ന്. ഫോർ എക്സാമ്പിൾ, റബ്ബുഹു റബ്ബുഹും, നമ്മൾ അടുത്ത പറഞ്ഞു അവ്യയം. അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു പദങ്ങളായിരിക്കും. പക്ഷെ അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ എന്താണ് അർത്ഥം ഉണ്ടാവില്ല, എന്തെങ്കിലും ചേരുമ്പോ അല്ലെ. ബി
ഫിലി. എക്സാമ്പിൾ എങ്ങനെ? ബി ഫി. ആ ലി ആ ഒന്നുകൂടി ചേരുമ്പോൾ മാത്രമേ പൂർണ്ണമായ അർത്ഥം ഉണ്ടാവുകയുള്ളൂ അല്ലെ? ബി ഫി ഇല അല മിൻ അൻ മ ഇല അല്ലെ? അതെ, അൽഹംദുലില്ലാ. അപ്പൊ അതിന് നമ്മൾ ഈ സർവനാമമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് പറയും? എക്സാമ്പിൾ ലീ വെച്ചിട്ട് ലഹു ലഹും ലകാലഹും ലീ ലന ലഹ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ അവയവങ്ങളോടൊപ്പം ചേർത്ത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ്? ക്രിയ. അപ്പം നാമമായി, അവ്യയമായി, അടുത്ത ക്രിയ. ക്രിയ എന്ന് പറഞ്ഞ എന്താണ്? കാലവുമായി പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം. പക്ഷെ അത് ഏതുമായി കണക്റ്റഡ് ആണ്? സമയവുമായിട്ട്, കാലവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അവരിൽ എങ്ങനെയാണ് ഈ ആൾക്കാരെ കാണുന്നത് നോക്കാം. ആര്? ഈ സർവനാമങ്ങളെ. ഓക്കെ, അത് നമ്മൾ കണ്ടു. എങ്ങനെയാ? ഫോർ എക്സാമ്പിൾ ഫതഹ എടുത്തു. ഫതഹ, ഫതഹു. അപ്പൊ ഫതഹ എടുത്താല് അവനെ കാണാനില്ല. പറയാൻ പറ്റോ? അവൻ എവിടെ ഉണ്ട്? ഹുവ എവിടെ ഉണ്ട്? ആ പദത്തിൽ ഒളിച്ചിരിപ്പുണ്ട് അല്ലെ? ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഫതഹ, ഫതഹു, അവർ വന്നു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് പൂർണ്ണക്രിയയാണ്, രണ്ടാമത് പറഞ്ഞത് അപൂർണക്രിയ. ഒറ്റ സെക്കൻഡ്. അപ്പൊ അതൊന്ന് ഫുള്ളും പറയാമോ? ഫതഹ, ഫതഹു അതിന്റെ ഫുള്ളും. ഫതഹ, ഫതഹു, ഫതഹത, ഫതഹു, ഫതഹത, ഫതഹത്തും, ഫതഹതു, ഫതഹ്ന, യഫ്തഹു, യഫ്തഹൂന, തഫ്തഹു, തഫ്തഹൂന, അഫ്തഹു, നഫ്തഹു, ഇഫ്തഹ്, ഇഫ്തഹു, ലാ തഫ്തഹ്, ലാ തഫ്തഹു, ഫാതിഹുൻ, മഫ്തൂഹുൻ, ഫത്ഹുൻ, ഹിയ ഫതഹത്, ഹിയ തഫ്തഹു. അപ്പോ ഫതഹ നമ്മൾ പറഞ്ഞു, ഫതഹയുടെ പാറ്റേൺ നമ്മൾ കണ്ടു. ഫതഹ, യഫ്തഹു. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ രൂപമുള്ള 4 പാരന്റിംഗ് ഗ്രൂപ്പ്, മെയിൻ അടിസ്ഥാന ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. അതായത് അടിസ്ഥാനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആ അക്ഷരങ്ങൾക്ക് 3 അക്ഷരങ്ങൾക്കുള്ള പ്രത്യേകത എന്തായിരിക്കും? അവയിൽ എന്ത് ഉണ്ടാവില്ല? ശബ്ദങ്ങളില്ല. മദ്ദക്ഷരങ്ങൾ, അലിഫ്, ബാ, യാ, നീട്ടാന അക്ഷരങ്ങൾ ഉണ്ടാവില്ല അല്ലെ? അങ്ങനെ പ്രത്യേകം നമ്മൾ പറഞ്ഞു. ഹംസ് ഉണ്ടാവില്ല. അതൊന്നും ഇല്ലാത്ത നോർമൽ 3 അക്ഷരങ്ങളാണ് ഫതഹ, യഫ്തഹു ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് ഏതാണ്? യൻസുറു അല്ലെ? നെക്സ്റ്റ് ഗറബ, സമിഅ, യസ്മഉ. അപ്പൊ ഈ 4 പാരന്റിംഗ് ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. അത് മാറ്റി വെച്ചു. ഓക്കെ. അത് നെക്സ്റ്റ് നമ്മൾ അടുത്തേക്ക് കയറി എന്താണ്? ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകൾ. ഓക്കെ. ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? അലിഫ്, വാ, യാ മാറി വരും. ദുർബലാക്ഷരങ്ങൾ എന്തുകൊണ്ടാ പറയുന്നത്? അവ എന്താണ്? നമ്മള് ഈ ആക്കും പോലെ അല്ലെ? ആ ദുർബലാക്ഷരങ്ങളാണ്. അപ്പൊ എന്താണ്? മാറി വരും. ഒരാൾ വരും, അത് പോയിട്ട് അലിഫ് വന്നിട്ട് പിന്നെ പോയിട്ട് വാവായിരിക്കും വരുന്നത്. അങ്ങനെ മാറി വരുന്നവയാണ്. ഓക്കെ. രോഗാതുര അക്ഷരങ്ങൾ, ദുർബലാക്ഷരങ്ങൾ എന്ന് അവരെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഏതാ പഠിച്ചത്? വജദ. യജിദു. വജദ, വജദ ഒന്ന് പറഞ്ഞേ. വജദ, വജദു, വജത്ത, വജത്തും, വജത്തു, വജദിന, യജിദു, യജിദൂന, തജിദു, തജിദൂന, അജിദു, നജിദു. ഓക്കെ. കൽപ്പനക്രിയ എങ്ങനെ പറയും? ജിദ്. കണ്ടോ? അതില് വാവും പോയി, വേറെ ആരെയും കാണാനില്ല അല്ലെ? യായും പോയി. എന്ത് വന്നു? അപൂർണക്രിയ യജിദ് നോക്കിയേ. യജിദു, അതിന്റെ യാ പൊഴിഞ്ഞിട്ട് ദാലിന് സുക്കൂനിട്ടപ്പോ ജിദ്. കണ്ടോ? കൽപ്പനക്രിയ അങ്ങനെയാണ് ഉണ്ടായത് അല്ലെ? അപ്പൊ ജിദ്, ജിദു, വാജിദുൻ, മൗജൂദുൻ, വുജൂദുൻ, വജദത്, തജിദു. വാദ ഒന്ന് ഫുള്ളും പറഞ്ഞ ഒരാള്. വാദ, വഅത്തും വഅദ്ന, യഇദു, യഇദൂന, തഇദു, തഇദൂന, അഇദു, നഇദു, ഇദ്, ഇദൂ, ലാ തഇദ്, ലാ തഇദൂ, വാഇദുൻ, മൗഊദുൻ,
വഅദുൻ വഅദുൻ. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. ഹിയ ഹിയ വഅദത് ആ, ഹിയ തഇദു തഅദു. മാഷാ അല്ലാഹ്. അപ്പൊ വജദ വഅദ കണ്ടു. നെക്സ്റ്റ് നമ്മൾ ആരൊക്കെ പഠിച്ചത്? അലിഫ് എടുത്ത് വരുന്നത് അല്ലെ? ഖാല കാന പോലെ അല്ലെ? നേരത്തെ വഅദ വജദ പോലെ പറഞ്ഞു. അടുത്തത് ഖാല കാന ഖാല പോലെ. കാമ. ഒന്ന് പറഞ്ഞേ, അടുത്ത ആള് പറഞ്ഞേ, പറയാത്ത ആള് പറഞ്ഞേ. കാല കാലു, ആ കുൽത്തും, ആ കുൽത്തു കുൽന, ആ യഖൂലു യഖൂലൂന, തഖൂലു തഖൂലൂന, അഖൂലു നഖൂലു. ആ കൽപ്പന കുൽ ഖൂലു, ആ ലാ തഖുൽ ലാ തഖൂലു. ആ കർത്തനാമം ഖായിലും മഖൂലും ഖൗലും. ഖൗലുൻ. മാഷാ അല്ലാഹ്. ഹിയ ഹിയ ഖാല ആ ഹിയ തഖൂലു. തഖൂലു. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. നെക്സ്റ്റ് കാന പറഞ്ഞേ, അടുത്ത ആള് പറഞ്ഞേ. കാന കാനു ആ കുന്ത കുന്തും ആ കുന്തു കുന്ന പിന്നെ പൂർണ്ണക്രിയ. യകൂനു യകൂനൂന ആ തകൂനു കൂനൂന അകൂനു നകൂനു നകൂനു. മാഷാ അല്ലാഹ്. നെക്സ്റ്റ് കൽപ്പനക്രിയ. കുൻ. കുൻ ആ കുൻ കൂനു ആ ലാ ലാ തക്കുൻ ആ ലാ ലാ തക്കുനു തകൂനു. ആ കർത്തൃനാമം. കായിനുൻ കായിനുൻ ആ മകൂനുൻ ആ കൗനുൻ കൗനുൻ. ആ ഇയ കാനത്ത് ഇയ ആ തകൂനു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്താണ് അടുത്തത് ആരെയൊക്കെ പഠിച്ചു? കാമ യക്കൂം കാമ ഖാഫ അല്ലെ? ആ ഖാഫ ആ കാമ പറഞ്ഞേ. കാമാർക്ക് പറയാം. കാമ കാമ അർത്ഥം കാമു എന്താണ്? നിന്നു അല്ലെ? എഴുന്നേറ്റ് നിന്നു. നിന്നു. ആ യൗമ യഖൂമുൻ കാമ നാസു കാമു ബിറബ്ബിൽ ആലമീൻ അത് നമ്മൾ പറയാറുണ്ടല്ലേ ആയത്തില്. കാമ കാമു ആർക്ക് പറയാം? കാമ കാമു കുന്ത ആ കുന്തും കുന്തു കുന്ന, ആ യഖൂമു യഖൂമൂന, തഖൂമു തഖൂമൂന, അഖൂമു നഖൂമു. നഖൂമു. മാഷാ അല്ലാഹ്. കൽപ്പനക്രിയ. കും കും ഖൂമു, ലാ തഖുൽ ലാ തഖൂമു, ആ ഖായിമുൻ ആ മഖൂമുൻ ഖിയാമുൻ. ഖിയാമുൻ. മാഷാ അല്ലാഹ്. ഖിയാമ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഖിയാമുൽ ലൈൽ ഓർമ്മയുണ്ടോ? ഓ ഖിയാമുൽ ലൈൽ നമ്മൾ എപ്പോഴും പറയുന്ന പദമാണ് അല്ലെ? റമദാനില് എന്താണ്? രാത്രി രാത്രിയില് രാത്രി നിസ്കരിക്കുന്നു നിൽക്കണം നിന്ന്. അല്ലെ? രാത്രിയിൽ നിന്ന് നമസ്കരിക്കണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് അല്ലെ? കിട്ടിയോ? ഓ ഇപ്പൊ ഈ വേർഡ് മനസ്സിലായോ? എവിടെ ഓ നിന്ന് വന്നു? ഖാമയിൽ നിന്നാണ് കാമേന്ന്. വന്നത്. ഖിയാമുൻ. ഓക്കെ, ഖിയാമുൻ. മാഷാ അല്ലാഹ്, രസമുണ്ടല്ലേ പഠനം? ഹിയ ഖാമത്ത് ഹിയ ആ തഖൂമു. ആ ഹിയ ഖാമത്ത് ഹിയ തഖൂമു. അടുത്ത ഖൗഫ എന്ന് പറഞ്ഞ ആർക്ക് പറയാം? ഖൗഫ. ഖാഫ ഭയപ്പെട്ടു. ആ ഖാഫ ഖാഫു ആ ഹിഫ്ത ഹിഫ്തും, ആ ഹിഫ്തു ഹിഫ്ന, ആ യഖാഫു യഖാഫൂന, ആ തഖാഫു അഖാഫു നഖാഫു. ഖാഫു. കൽപ്പനക്രിയ. ഖഫ് ഖാഫ്. ഖാഫു ഖാഫു. മാഷാ അല്ലാഹ്. ലാ തഖഫ് അല്ലെ? വിരോധക്രിയ. ആ ലാ തഖാഫു. ലാ ആ തഖാഫു. ഖായിഫുൻ ആ മഖൂഫുൻ മഖൂഫുൻ ഖൗഫുൻ. ഖൗഫുൻ. മാഷാ അല്ലാഹ്. ഹിയ ഹിയ ഖാഫത്ത് ഹിയ ഹിയ തഖാഫ്. തഖാഫു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. ബാറക്കല്ലാഹു ഫീക്. അപ്പൊ നമുക്ക് കിട്ടിയല്ലേ? അപ്പൊ 5 രൂപം മാത്രം പറയുമ്പോ നമുക്ക് എങ്ങനെ പറയാം? അല്ല, 6 രൂപങ്ങൾ. ഖാമ യഖൂമു ഖും, ഖും. ഖായിമുൻ മഖൂമുൻ ഖിയാം. മഖൂമുൻ ഓക്കെ, ഒന്നും കൂടെ. ഖാമ യഖൂമു യഖൂമു ഖാമ യഖൂമു ഖും, ഖായിമുൻ മഖൂമുൻ മഖൂമുൻ ഖിയാം. ഖിയാമുൻ. ഖാഫയ്ക്കോ? ഖാഫ യഖാഫു ഖാഫ യഖാഫു ഖഫ്. ഖായിഫുൻ ഖായിഫുൻ ഇബൻ മഖൂഫുൻ ഖൂഫുൻ ഖൗൻ. ഒന്നും കൂടെ. ഖാഫ് പറഞ്ഞേ. ഖാഫ ഖാഫ യഖാഫു യഖാഫു ഖഫ് ഖാഫ്. ഖായിഫുൻ മഖൂഫുൻ ഖൗഫുൻ ഖൗഫുൻ. ഖൗഫുൻ. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. നെക്സ്റ്റ് ഇതെങ്ങനെ പറയും? ഖാല ഖാല യഖൂലു കുൽ. ഖുൽ കുൽ ഖായിലുൻ മഖൂലുൻ ഖൗലുൻ. ഓക്കെ. കാന പറഞ്ഞേ. കാന യകൂനു കൂനു കുൻ. കുൻ. കായിനുൻ മഖൂനുൻ കൗൻ. കൗൻ. വജദ യജിദു ജിദ്. ജിദ്.
ആ വജദ യജിദു ജിദ് ജിദ് വാജിദുൻ വാജിദുൻ മഷൂദുൻ വുജൂദ് ഉജൂദ് വഅദ എങ്ങനെ പറയും വഅദ യഈദു യഇദു ഇത് ഐദ് ആ വായിദുൻ മൗദുൻ വാഅദുൻ വാഅദുൻ അല്ലെ ഫൗദുൻ അപ്പൊ അടുത്ത് നോക്കിയേ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ അലിഫ് വാ യാ അല്ലെ വാവ് വന്നു അലിഫ് ഇടയ്ക്ക് വന്നു ഇനി അലിഫ് എൻഡിൽ വരുന്നതാണേ ദാ നോക്കിയേ പ്രാർത്ഥിച്ചു നമ്മൾ എപ്പോഴുള്ള ഇതാണല്ലേ നമ്മുടെ ദുആ എന്നൊക്കെ പറയുന്ന ദാ ഈ വേർഡിൽ നിന്നാണ് വരുന്നത് നമുക്ക് നോക്കാം ദാ പ്രാർത്ഥിച്ചു നോക്കിയേ ക്ഷണിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു ഇങ്ങനെ നിറയെ അർത്ഥം വരുന്നുണ്ട് കേട്ടോ ദാ എന്താ പ്രത്യേകത ഇത് ആ വേർഡിന് മൂന്നക്ഷരമാണ് അവസാനം ആര് വന്നിട്ടുണ്ട് അലിഫ് മാഷാല്ലാ അത് ദുർബലാക്ഷരമായ അലിഫ് അല്ലെ ദാ നോക്കാം ദാ കണ്ടോ ദൗ അപ്പൊ ദാ അവൻ വിളിച്ചു ദൗ അവർ വിളിച്ചു ക്ഷണിച്ചു ദൗത നീ ക്ഷണിച്ചു അല്ലെ ദൗത്തു നിങ്ങൾ ക്ഷണിച്ചു ദൗത്തു ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഇനി അള്ളാഹുവാണെങ്കിൽ നാം എന്ന് പറയാം അല്ലെ അപ്പൊ ഒന്ന് നോക്കിയേ ദാ എന്ന് പറഞ്ഞേ അടുത്ത എങ്ങനെ പറയും അപൂർണ ക്രിയ അല്ലേ ഓക്കെ ഒന്നുകൂടെ അപൂർണ ക്രിയ പറഞ്ഞേ നെക്സ്റ്റ് നമുക്ക് എങ്ങനെ പറയാം ഉണ്ടോ കൽപ്പനക്രിയ നമുക്ക് എന്ത് വെച്ചു കൊടുക്കാൻ പറ്റും ആ എന്നുള്ളതിന്റെ യാ കളഞ്ഞിട്ട് ഊ വെച്ചു കൊടുക്കും അവസാനം വായും കളയണം യായും കളയണം അപൂർണക്രിയ എടുക്കുക നോക്കിയേ കാണുന്നുണ്ടോ എല്ലാരും ഈ അപൂർണ ക്രിയയിൽ എന്നുള്ള നോക്കിയിട്ട് യായും കളയണം അതിന്റെ എൻഡും കളയണം എന്നിട്ട് ഊ വെച്ചു കൊടുക്കണം അല്ലെ ഉണ്ടോ അവിടെ നീട്ടില്ല കൽപ്പനക്രിയ നീ വിളിക്കൂ അല്ലെ നീ പ്രാർത്ഥിക്കൂ കണ്ടോ അപ്പൊ വാവും വന്നു കണ്ടോ അപ്പം ഒന്ന് പറയുമ്പോ അവിടെ വാവും ഇല്ല അലിഫും ഇല്ല ഒന്നുമില്ല അല്ലെ പക്ഷെ എണ്ണം കൂടിയപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കൂ നീ പ്രാർത്ഥിക്കരുത് അള്ളാഹിനോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് അല്ലെ അല്ലെ കേട്ടിട്ടില്ല ആയത്ത് അപ്പൊ ഇനി നിങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നിങ്ങൾ മീനിങ് നമ്മൾ പഠിച്ചതൊക്കെ അതിലുണ്ടോന്ന് നോക്കി കൗണ്ട് ചെയ്ത് എഴുതി തന്നെ പോകണം ഓക്കെ ധാരാളം ഇപ്പൊ പുതിയ പുതിയ വേർഡ്സുകളും അതിന്റെ രൂപങ്ങളൊക്കെ പഠിച്ചല്ലേ അൽഹംദുലില്ലാ നോക്കിയേ അപ്പൊ ഇപ്പൊ വിളിക്കുന്നവൻ എങ്ങനെ പറയും ഉണ്ടോ വിളിക്കുന്നവൻ മദ്ഊൻ വിളിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നത് മദ്ഊൻ കിട്ടിയോ നമ്മുടെ പ്രാർത്ഥന കിട്ടിയോ എല്ലാവർക്കും എവിടെ നിന്ന് വന്നു ദായിൽ നിന്നാണ് ഓക്കെ സ്ത്രീലിംഗം എളുപ്പമാണ് അല്ലെ ദാ എന്നുള്ളതിന്റെ കൂടെ താ സുക്കുൻ ഇട്ടാ മതി ആ അലിഫ് മുറിച്ചിട്ട് ഇതായിയാണ് ക്ഷണിക്കുന്നവർ പ്രബോധനം ചെയ്യുന്നവർ എന്നൊക്കെ അർത്ഥത്തിൽ വരുന്നല്ലേ നമ്മള് ദായാണ് വിളിക്കുന്ന പ്രബോധനം ചെയ്യുന്നവരൊക്കെ ദായി എന്ന് പറയും ഇല്ലേ പ്രബോധനം ചെയ്യുന്നവർ വിളി അതിന്റെ അർത്ഥം എന്താ വിളിക്കുന്നവനാണ് ക്ഷണിക്കുന്നവനാണ് നമ്മൾ വലിയ ദായാണ് എങ്ങനെയാ പറയുന്നത് ഇതാണ് വേർഡ് വിളിക്കുന്നവൻ ക്ഷണിക്കുന്നവൻ എന്നുള്ള മീനിങ് ആണ് ദാഇൻ ഓക്കെ എന്ന് പറയുന്ന ഇതാണ് ടീച്ചറെ ദഅവത്ത് എന്ന് പറയുന്നത് അതും പ്രബോധനം എന്നുള്ളത് വരുന്നതാണ് ദഅവത്ത് ദുആഉൻ അതിന്റെ ഇതാണ് ദഅവത്ത് ഇവിടെ നമുക്ക് ദുആആണ് സാർ തന്നിട്ടുള്ളത് നമുക്കൊന്നുകൂടെ ക്ലിയർ ആക്കാവേ അതും പറയാമായിരിക്കും ഇൻഷാ അല്ലാഹ് പക്ഷെ സാർ ഇവിടെ ഇത് തന്നിട്ടുള്ളൂ കേട്ടോ ദുആഉൻ അപ്പൊ ദാഇൻ മദ്ഊൻ ദുആഉൻ സ്ത്രീലിംഗം ഒന്ന് പറഞ്ഞേ ദാ ഇത് ആദ്യം പറഞ്ഞായിരുന്നു നമ്മള് ദാ അടുത്ത അപ്പൊ ഇതൊന്ന് പറഞ്ഞേ
പറഞ്ഞേ. ദഅ ദഅ ദൗത്തു 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 ദൗന ഓക്കെ. യദൂന യദൂന തദോ തദോന അതോ നദോ ഉദു ഉദു ലാ തദോ ലാ തദോ ദാഇ മദൂൻ ദുആഉൻ ദഅത്ത് അപ്പൊ ദാ എന്നുള്ള അലിഫ് നീട്ടാണ് അല്ലെ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞ ആ നീട്ട അലിഫിന് എന്തുണ്ട്? സുക്കൂനുണ്ട്. ആ സുക്കൂനും ഈ താഴെ സുക്കൂനും വരുമ്പോ ഒരു സക്കൂൻ അങ്ങ് ആ സുക്കൂൻ ഡിലീറ്റ് ആയി പോകും. അപ്പൊ ആ ഇടയ്ക്കുള്ള അലിഫിനെ കട്ട് ചെയ്തു. ദാത്ത് അങ്ങനെയാണ് ആയത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദാ എന്നുള്ള എന്താണ്? അവൻ വിളിച്ചു എന്നുള്ള ദായ്ക്ക് ഒരു അലിഫ് ഉണ്ട് അല്ലെ ആയുടെ അതിന്റെ എൻഡില്. പക്ഷെ ആ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു സുക്കൂനാണ് അല്ലെ. അലിഫിന്റെ മുകളിൽ എന്താണ്? സുക്കൂനാണ്. അത് ഈ താ സുക്കൂന് വരുമ്പോ അവിടെ എന്താണ്? തമ്മില് സുക്കൂൻ അടുത്തടുത്ത് വരുമ്പോ എന്താണ്? ഒരാളെ കളഞ്ഞതാണ്. ആ അപ്പൊ അവിടെ രണ്ട് രണ്ട് സുക്കൂൻ മീറ്റ് ചെയ്തപ്പോ ഒരാളെ ഡിലീറ്റ് ചെയ്തതാണ്. അപ്പൊ ദാത്തായി ദാറ്റ് ഹിയ തദ്ഉ. ഓക്കെ, ഒരാൾ നോക്കി ഒരാൾ പറഞ്ഞേ. ഇനി ഒരാൾ പറഞ്ഞേ, ഇതുവരെ പറയാത്ത ഒരാൾ പറഞ്ഞേ. ഓടി വരൂ. ദഅൗത ദഅൗതും ദഅൗതു ദഅൗന യദഉ യദഊന തദഉ തദഊന അദ്ഉ തദഉ മാഷാഅല്ലാഹ്. ഉദഉ ലാ തദഉ ലാ തദഉ. നിങ്ങൾ ശ്രദ്ധിക്കണം കൽപ്പനക്രിയ ഉദ്ഉ. അവിടെ നീട്ടൊന്നുമില്ല. ഉദ്ഉ. ഓക്കെ, രണ്ടാമത് പറഞ്ഞ ഉദ്ഉ. അവിടെ എണ്ണം കൂടുതലാണ് അല്ലെ. ഇവിടെ ലാ തദ്ഉ ആദ്യം, ലാ തദ്ഉ, പിന്നെ ലാ തദ്ഉ. കണ്ടോ? അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം. നമ്മള് പാരായണം ചെയ്യുമ്പോ രാഗത്തിനും ഈണത്തിനും വേണ്ടാതെയൊക്കെ കൂട്ടിച്ചേർത്ത് നീട്ടിയാൽ എന്തായിരിക്കും അർത്ഥം? ഒരാളോട് പറയുന്നത് ഒരുപാട് പേരോടായി പോകും അല്ലെ. ഒരുപാട് മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് തരുന്നതിന് മാത്രം ഈണം കൊടുക്കുക. ആവശ്യമില്ലാതെ നമ്മൾ നീട്ടിക്കളയരുത് കേട്ടോ. അപ്പൊ ഉദൂ നീട്ടിക്കൊണ്ടുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലെ? ഉദൂന്ന് അല്ല പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ അവിടെ ആ പറഞ്ഞ പ്രകാരം ഉച്ചരിക്കുക. ഓക്കെ, ഒരു ഹർക്കത്താണ്, ഒരു ബൊമ്മത്താണ്. അപ്പൊ ഉദൂ അവിടെ ഉദൂ അങ്ങനെ തന്നെ. നമ്മള് ഖുർആൻ പാരായണം എത്ര ശ്രദ്ധിക്കണം എന്നുള്ള മനസ്സിലായോ? ഓരോ ഹർക്കത്ത് മാറുമ്പോ തന്നെ അർത്ഥമേ മാറുന്നു. അക്ഷരങ്ങൾ മാറുമ്പോ തന്നെ അർത്ഥമേ മാറും അല്ലെ. കൽബ് എന്നുള്ളത് കൽബെന്ന് വായിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പട്ടിയാവും അല്ലെ. കൽബ് ഹൃദയം അല്ലെ. കൽബ് പട്ടിനായ അല്ലെ. അപ്പം എന്തുമാത്രം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ലാ തദ്ഉ ലാ തദ്ഉ. ദാഇൻ മദൂൻ ദുആഉൻ ഹിയ തദ്ഉ. മാഷാഅല്ലാഹ്. ഇത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ഹദ. കണ്ട? അപ്പൊ നേരത്തെ അലിഫ് എൻഡിൽ വന്നു. ഇപ്പൊ ആരാ എൻഡിൽ വന്നത്? ഹദ. ദാലിന് ശേഷം അലിഫ് മക്സൂറ അല്ലെ. യാന്റെ ഷേപ്പിൽ അലിഫ് വന്നു. അലിഫ് വാ യാ. നമുക്ക് യാ അലിഫിന്റെ ഷേപ്പാണ് കേട്ടോ. അലിഫ് ആണ് യഥാർത്ഥത്തിൽ യാന്റെ ഷേപ്പിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് മാറ്റം നമുക്ക് നോക്കാം. ഓക്കെ, ഹദ നമുക്ക് പഠിച്ച വാക്കാണല്ലേ ഹദ. ഹദ ഹദൗ. കണ്ടോ? ശ്രദ്ധിച്ചേ, നേരത്തെ നമ്മൾ ദൗ പറഞ്ഞു കണ്ടോ? അതുപോലെ ഹദ ഹദൗ. ക്ലിയർ? ഹദൈത്ത നീ നേർമാർഗത്തിലാക്കി അല്ലെ. ഹദൈത്തും നിങ്ങൾ നേർമാർഗത്തിലായി അല്ലെ. ഹദൈത്തു ഞാൻ അല്ലെ. ഹദൈത്തു ഹദൈന. ക്ലിയർ ആണോ? അപ്പൊ നെക്സ്റ്റ് നോക്കിയേ യഹ്ദി. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങളെ യദ്ഉ. പക്ഷെ ഇവിടെ നോക്കിയേ യഹ്ദി. ഉണ്ടോ? യഹ്ദി യഹ്ദൂന തഹ്ദി തഹ്ദൂന അഹ്ദി തഹ്ദി. മനസ്സിലായോ? നേരത്തെ നമ്മൾ അവിടെ എങ്ങനെയാ പറഞ്ഞ യദ്ഉന്നാണ് അല്ലെ. പക്ഷെ ഇവിടെ ഹദ വന്നപ്പോ എന്തായി? അലിഫ് മക്സൂറ അല്ലെ. അത് ആ അലിഫ് മക്സൂറ അവിടെ പോയിട്ട് ഇവിടെ യഹ്ദി നീട്ടലായി അല്ലെ. യഹ്ദി യഹ്ദൂന തഹ്ദി തഹ്ദൂന അഹ്ദി നഹ്ദി. ക്ലിയർ ആണോ കുട്ടികളെ? യെസ്, ഓക്കെ ആണ്. ഇനി എങ്ങനെയാ കൽപ്പനക്രിയ ഉണ്ടാക്കുന്നേ നോക്കിയേ. യഹ്ദി എന്നുള്ളതിനെ പൊഴിച്ചിട്ട് യാ കളഞ്ഞിട്ട് എൻഡും കളഞ്ഞിട്ട് ഇഹ്ദി. കണ്ടോ? നമ്മളപ്പോ എന്താ പറഞ്ഞേ? ഇഹ്ദിന സിറാത്തൽ. കണ്ടോ? നമ്മൾ എത്തിയതുണ്ടോ? ആ ഇഹ്ദിന സിറാത്തൽ എത്തിയതുണ്ടോ? മാഷാ അല്ലാഹ് അല്ലെ. ആ ഇഹ്ദി എന്നുള്ള വേർഡ് നമ്മൾ ആയത്തിൽ പഠിച്ചു ഫാത്തിഹയില്. അപ്പൊ നമ്മൾ അവിടെ എത്തി. ഇഹ്ദിന അല്ലെ. ഇഹ്ദി. അപ്പൊ നീ നേർമാർഗത്തിലാക്കുമല്ലേ. ഇഹ്ദി ഇഹ്ദൂ
നിങ്ങൾ നേർമാർഗത്തിലാക്കൂ. ലാ തഹ്ദി ലാ തഹ്ദൂ. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒരുമിച്ചൊന്ന് പറഞ്ഞേ. ഇഹ്ദി ഇഹ്ദൂ ലാ തഹ്ദി ലാ തഹ്ദൂ. ഒന്നേന്ന് വന്നേ, ഹദാ തൊട്ട് വന്നേ. ഹദാ ഹദൈത ഹദൈതും തു ഹദൈന യഹ്ദി യഹ്ദൂന തഹ്ദി തഹ്ദൂന അഹ്ദി നഹ്ദി. അപ്പൊ എങ്ങനെ കൽപ്പന ക്രിയ? ഇഹ്ദി ഇഹ്ദി കണ്ടോ, ഇഹ്ദിയാണ് ഇഹ്ദിയാണ് നമ്മളെ യഹ്ദി എന്നുള്ളത് ഇഹ്ദി ആയിട്ട് മാറി അല്ലെ. ഇഹ്ദി ഇഹ്ദൂ ലാ തഹ്ദൂ. കൽപ്പന ക്രിയ കണ്ടോ, സന്മാർഗം നൽകുന്നവൻ അല്ലെ, സന്മാർഗത്തിലാക്കുന്നവൻ. ഹാദിൻ മഹ്ദിയുൻ ഹുദ അല്ലെങ്കിൽ ഹിദായത്തുൻ അല്ലെ. ഹുദാൻ ഹുദ അല്ലെങ്കിൽ ഹിദായത്തുൻ. ക്ലിയർ ആണോ? ഹാദിൻ മഹ്ദിയുൻ ഹുദ അല്ലെങ്കിൽ ഹിദായത്തുൻ. സ്ത്രീലിംഗം എങ്ങനെ പറയും? റിയ ഹിയ ഹദത് ഉണ്ടോ, ഹിയ ഹദത്. ഹദത് ആ ഇടയ്ക്കുള്ള യാ പൊഴിഞ്ഞല്ലേ, പൊഴിച്ചിട്ട് ഹിയ ഹദത് ഹിയ തഹ്ദീ. ഓക്കെ, ഒന്ന് പറഞ്ഞേ, പറയാത്ത ഒരാൾ പറഞ്ഞേ. ഹദ നോക്കി പറഞ്ഞോളി. ഹദൗ ഹദൈതു 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 ഹദൈന യഹ്ദി യഹ്ദൂന തഹ്ദി തഹ്ദൂന അഹ്ദി നഹ്ദി. മാഷാഅല്ലാഹ്. കൽപ്പന ഇഹ്ദി ഇഹ്ദി ഇഹ്ദൂ ലാ തഹ്ദി ലാ തഹ്ദൂ. കർത്താവ് കർത്തനാമം ഹാദിൻ, കർമ്മനാമം മഹ്ദിയുൻ, ക്രിയാധാതു ഹുദ അല്ലെങ്കിൽ ഹിദായത്തുൻ. ഹിദായത്തുൻ. സ്ത്രീലിംഗം ഹിയ ഹദത് ഹിയ ഹദത് ഹിയ ഹദത് ഹിയ ഹദത് ഹിയ തഹ്ദീ. മാഷാഅല്ലാഹ്. ഇനി ഒരാൾ പറഞ്ഞേ, അടുത്ത ഒരാൾ പറഞ്ഞേ. ഹദാ ഞാൻ പറയട്ടെ. ഹദാ ഹദാ ഹദൗ ഹദൗ ഹദൈത ഹദൈതും ഹദൈതു ഹദൈന യഹ്ദി യഹ്ദൂന തഹ്ദി തഹ്ദൂന അഹ്ദി നഹ്ദി. ഇഹ്ദി 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 ഇഹ്ദൂ ഇഹ്ദി ഇഹ്ദൂ ലാ തഹ്ദി ലാ തഹ്ദൂ ഹാദിൻ മഹ്ദിയുൻ മഹ്ദിയുൻ ഹിദായത്തുൻ. ഹുദ അല്ലെങ്കിൽ ഹിദായത്തുൻ. പിന്നെ സ്ത്രീലിംഗം എങ്ങനെ പറയും? ഹിയ ഹദത്ത് ഹിയ തഹ്ദി തഹ്ദീ. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. ഇനി ആർക്ക് പറയാം? കാണാതെ ഒന്ന് പറയാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കി, തെറ്റിയാൻ നോക്കി പറഞ്ഞോളി. ഓക്കെ, അടുത്ത ആർക്ക് പറയാം? ഹദാ ഹദൗ ഹദൈത ഹദൈതു ഹദൈതു ഹദൈന യഹ്ദി യഹ്ദൂന തഹ്ദി തഹ്ദൂന അഹ്ദി നഹ്ദി ഇഹ്ദി ഇഹ്ദൂ ലാ തഹ്ദി ലാ തഹ്ദൂ ഹാദി ഹാദി മഹ്ദിയുൻ ഹുദ ഹിദായത്തുൻ. ഹിദായത്തുൻ. മാഷാഅല്ലാഹ്. ഹിയ ഹദത് ഹിയ തഹ്ദീ. തഹ്ദീ. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ഇനി ആർക്ക് പറയാം? ഹദാ ഹദൈത ഹദൈതും ഹദൈതും ഹദൈന യഹ്ദി യഹ്ദൂന തഹ്ദി തഹ്ദൂന അഹ്ദു അഹ്ദി നഹ്ദി. ഇഹ്ദി ഇഹ്ദി ഇഹ്ദൂ ലാ തഹ്ദി ലാ തഹ്ദൂ 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 ഹാദിൻ മഹ്ദിയുൻ ഹുദ ഹിദായ ഹിദായത്തുൻ. സ്ത്രീലിംഗം ഹിയ ഹദത് ഹിയ ഹദത് ഹിയ തഹ്ദീ. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ, ബാറക്കല്ലാഹു ഫീക്, അഹ്സൻതും അഹ്സൻതും. എല്ലാവരും മാഷാഅല്ലാഹ് നന്നായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച വാക്കുകൾ നമുക്ക് ഇതിൽ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഈ പോർഷൻ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ഒരു പേജിലെ 78 വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആനിലെ 61% നമ്മൾ മനസ്സിലാക്കിയെന്നാണ്.
മൊത്തം ഖുർആനിൽ എത്ര വാക്കുകളുണ്ട്? 77,500. 77,500. മാഷാ അല്ലാഹ്. അതിൽ നമുക്ക് 47,317 വേർഡ്സ് നമ്മൾ സ്കോർ ചെയ്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ അല്ലെ. ഇതൊരു അത്ഭുതമാണല്ലേ. ഈ ദാ ഹദയൊക്കെ നമുക്ക് അറിയായിരുന്നോ? അതിന്റെ രൂപങ്ങളൊക്കെ എന്ത് മനോഹരമായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. ഖാല, കാന അല്ലെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഖൗഫ. അൽഹംദുലില്ലാ. എത്ര വേർഡ്സ് ആണ് നമ്മളിപ്പോ കരസ്ഥമാക്കിയത് അല്ലെ. അതൊന്നും നിസ്സാരമല്ല. നമ്മുടെ ഓരോ പേജ് നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ അത്ഭുതം, എന്റെ മാജിക്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പറയുന്ന ഓരോന്നിനും അൽഹംദുലില്ലാ ഒന്ന് സ്തുതിക്കുക അല്ലെ. അത് തന്നെയാണ്. കാരണം ഇതൊരു കുതിർത്ത് തന്നെയാണ് അല്ലെ. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു എന്താണ്, നമുക്ക് ഒരിക്കലും മടുക്കൂല. സുബ്ഹാനല്ലാഹ് അല്ലെ. അത് തന്നെ ഒരു അത്ഭുതമാണ് അല്ലെ. ഇന്ന് ഫാത്തിഹ ഓതി, ഇനി എനിക്ക് നാളെ ഓതാനൊന്നും വയ്യ ഫാത്തിഹ. നമസ്കാരത്തിൽ ഓതാതിരിക്കോ? ഓതാതിരിക്കോ? ഇല്ല അല്ലെ. അൽഹംദുലില്ലാ. അതൊരു വല്ലാത്ത അള്ളാഹുവിന്റെ ഭയങ്കര ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ അറിയിച്ചു കൊടുക്കുക കേട്ടോ. ഫാത്തിഹ മുതൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പഠിക്കാൻ, നമുക്ക് ഈസിയാണ്. നിങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കുക. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു കൂടുതൽ അറിവ് തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഡ്യൂട്ടിയാണ്. അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖ്തുലൂഹും അല്ലെ. വഖ്തുലൂഹും ഖത്തല നമ്മൾ പഠിച്ചല്ലേ. ഉഖ്തുൽ അല്ലെ. ഉഖ്തുലാണ് വഖ്തുലൂഹും അല്ലെ. ഹൈസു തഖിഫ്തുമൂഹും. ഈ ഹുമ്മൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഹുമ്മിനൊക്കെ ഈ കളർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹും അത് കണക്ട് ചെയ്ത് വരുമ്പോ വഖ്തുലൂഹും ഹൈസു തഖിഫ്തുമൂഹും വഅഖ്രിജൂഹും. ഹും അവർ, അഖ്രിജൂഹും നിങ്ങളെ ഹും അവരെ പുറത്താക്കുകയും ചെയ്യുമ്പോൾ, മിൻ ഹൈസു അഖ്റജൂക്കും. കും വരുന്നതുണ്ടോ? നമ്മൾ പറഞ്ഞല്ലേ ഹുമാക്കും അല്ലെ. നിങ്ങൾ നമ്മൾ പറയുന്നതാണ്. ഹുവ, ഹും, അൻത, അൻതും, അനാ, നഹ്നു എന്ന് പറയുമ്പോൾ ഹുമാക്കും നമ്മൾ ഇതിനോട് ചേർക്കുമ്പോൾ റബ്ബുഹു, റബ്ബുഹും, റബ്ബുക്ക, റബ്ബുക്കും അല്ലെ. അതിനോട് ആഡ് ആക്കുമ്പോഴാണ് അൻതും എന്നുള്ള രൂപം മാറി കും ആവുന്നത്. അപ്പൊ അഖ്റജൂക്കും വൽ ഫിത്നത്ത്. ഫിത്നത്ത് അറിയാൻ പരീക്ഷണം. അശദ്ദു മിനൽ ഖത്ൽ. മിനൽ ഖത്ൽ എന്താണ്? കൊലപാതകത്തെക്കാൾ അശബ്ദാണ്, ഏറ്റവും എന്താണ് കാഠിന്യമേറിയതാണ് അൽ ഫിത്ന, കുഴപ്പം ഉണ്ടാക്കൽ. ഉണ്ടാവും അല്ലെ. ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ഏറ്റവും വലിയ അശബ്ദാണ്, ഏറ്റവും ഭയങ്കര കഠിനമാണ് വൽ ഫിത്ന. അൽ ഫിത്ന, ഫിത്ന ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു പ്രശ്നം, ഒരു കുഴപ്പം ആളുകൾക്കിടയിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ മാരകമാണ് എന്നാണ്. വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാമി. ഇൻദ അടുക്കൽ, മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച്. ഹത്താ യുഖാതിലൂക്കും. ഹത്താ നമ്മളിപ്പോ പഠിച്ചു. എന്താ അർത്ഥം? വരെ. മാഷാ അല്ലാഹ് കേട്ടോ. പച്ച കത്തി. ഹത്താ വരെ. മിന പഠിച്ചു, വല പഠിച്ചു, ഇൻദ, ഹും, മിൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. യുഖാതിലൂക്കും ഫീ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഫീഹി, അതിൽ. അപ്പൊ മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങളെ കൊല്ലാൻ വന്നാലാണ് നിങ്ങൾക്ക് തിരിച്ച് ഉപദ്രവിക്കണം. വല്ല തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാമി. അപ്പൊ അത് കുറെ നിയമങ്ങളാണ്, നിയമവശങ്ങളാണ്, നമുക്ക് വഴിയെ പഠിക്കാം. ഫീഹി ഫഇൻ ഖാതലൂക്കും ഫഖ്തുലൂഹും. നിങ്ങൾ എന്താണ്, നിങ്ങളോട് യുദ്ധം ചെയ്താലാണ് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടത്. കദാലിക ജസാഉൽ കാഫിരീൻ. ജസാ അറിയാം, കദാലിക അറിയാം. കദാലിക പോലെ, ദാലിക അപ്രകാരം എന്നുള്ളതാണ്. അപ്രകാരമാണ് ജസാഉൽ കാഫിരീൻ, കാഫിരീങ്ങൾക്കുള്ള പ്രതിഫലം. ജസാഉൽ കാഫിരീൻ. ഓക്കെ, നമ്മള് നോർമലി കാഫിറൂൻ നമ്മൾ പഠിച്ചല്ലേ. കാഫിർ ബഹുവചനം എന്താണ്? കാഫിറൂൻ. ഇവിടെ കാഫിരീൻ ആയതുകൊണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കസ്ർ ചെയ്യപ്പെട്ടു. അതായത് ജസാഉൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ പ്രതിഫലം. നമ്മൾ പറഞ്ഞു അതൊക്കെ എന്താണ്? ഇളാഫത്താണെങ്കിൽ, സംബന്ധിക വിഭക്തി ആണെങ്കിൽ എന്താവണം? രണ്ടാമത്തെ ഭാഗം എന്താവണം? അല്ലെ. അപ്പൊ ജസാഉൽ കാഫിരി എന്ന് പറയാം അല്ലെ. കാഫിർ. പക്ഷെ ബഹുവചനാകുമ്പോ നമ്മൾ എന്ത് പറയും? കാഫിരീൻ. കാഫിറൂൻ അവിടെ പറയൂല. മനസ്സിലായോ? ക്ലിക്ക് ചെയ്തോ എല്ലാവർക്കും? നോർമലി നമ്മൾ കാഫിറൂനാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നിയമം എന്താണ്? ഇളാഫത്താകുമ്പോ എന്തായിരിക്കണം? കെസ്ർ ചെയ്യപ്പെടണം, രണ്ടാമത്തെ പദം. അപ്പൊ കാഫിർ എന്നുള്ളത് എങ്ങനെയാ കെസ്ർ ചെയ്യപ്പെടുക? പറയാൻ പറ്റൂല. അങ്ങനെയാണ് കാഫിരീൻ ആയത് അല്ലെ. സിമ്പിൾ ആണ്, നമുക്ക് ഇപ്പൊ മനസ്സിലായല്ലേ എന്തുകൊണ്ടാണ് ഊന മാറിയിട്ട് ഒരു കാര്യം ഈനാകുന്നത് എന്നുള്ളത്. ഓക്കെ, ജസാഉൽ കാഫിരീൻ.
ഓക്കെ. ഇന്ന അറിയാം നിശ്ചയമായും, ഫഇന്നും അറിയാം എന്നാൽ, റഹീം എന്നാൽ അള്ളാഹു ഏറെ പാപം പൊറുക്കുന്നവനും എന്താണ് റഹീമുമാണ്. വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്നത്തും വയകൂന അദ്ദീനു ലില്ലാഹ്. വയകൂനു എങ്ങനെയാന്ന് യകൂന പറഞ്ഞേ? കാന യകൂന. കാന. മാഷാഅല്ലാഹ്. കാനു കുൻതു യകൂനു യകൂനൂന തകൂനു അങ്ങനെയാ വരുന്നത്. മാഷാഅല്ലാഹ്. യകൂനു ദീനു ലില്ലാഹ്. അള്ളാഹുവിന്റെ ദീനിലാകുന്നത് വരെ നിങ്ങൾ എന്താണ്? യുദ്ധം ചെയ്യണം, അല്ലെ? അവരോട് യുദ്ധം ചെയ്യണം എന്നുള്ളതാണ്. ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അപ്പൊ അലൽ ളാലിമീൻ എന്തുകൊണ്ടാണ് അലൽ ളാലിമൂൻ എന്ന് വരാത്തത്? പറഞ്ഞേ. അലൽ ളാലിമീന എന്ത് വന്നു? പറഞ്ഞോളി. അല വന്നതുകൊണ്ട് നോർമലി വാലിമൂനാണ് വരേണ്ടത്. അല വന്നപ്പോ കസ്ർ ചെയ്യപ്പെട്ടു. എങ്ങനെ കസ്ർ ചെയ്യും? വാലിമൂന എന്ന് പറയാൻ പറ്റൂല. അല വാലിമീന. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഇവിടെ ബഹുവചനത്തിന്റെ കേസാണ് പറയുന്നത്. ഏകവചനം വന്നോ അല വാലിമീ എന്ന് പറയും. പക്ഷെ ഇവിടെ മൂന വന്നാൽ എന്താണ്? ഈന രൂപത്തിൽ നമുക്ക് ആക്കാൻ പറ്റും, അല്ലെ? അല വാലിമീന. സിമ്പിൾ ആണ്, അല്ലെ? ഇപ്പൊ മനസ്സിലായോ? അല വന്നാൽ എന്ത് ചെയ്യപ്പെടണം? കസ്ർ ചെയ്യപ്പെടണം. വാലിമൂന നമ്മൾ എങ്ങനെ കസ്ർ ചെയ്യും? ഈന. വാലിമീന. ദാറ്റ്സ് ഓൾ. അത്രയാണ് സംഭവം. അല വാലിമീന. ഓക്കെ. അശ്ശഹറുൽ ഹറാമു. അശ്ശഹറുൽ ഹറാമു ബിശ്ശഹർ. ഷഹർ എന്താ അർത്ഥം? നമ്മൾ പഠിച്ചു. മാസം, അല്ലെ? ഷഹർ, ഷുഹൂർ, അല്ലെ? നമ്മൾ ബഹുവചനവും പഠിച്ചു. ഷഹറു അശ്ശഹറുൽ ഹറാമു ബിശ്ശഹരിൽ ഹറാമി വൽ ഹുറുമാതു ഖിസാസ്. വൽ ഹുറുമാതു ഖിസാസ്. ഫമാനി അത്തദാ. മൻ പഠിച്ചു. അപ്പോൾ ആര്, അല്ലെ? മൻ എന്താ അർത്ഥം? ആര്, അല്ലെ? മാനി അത്തദാ അലൈക്കും. ആരാണോ അതിക്രമം പ്രവർത്തിച്ചത്, അലൈക്കും നിങ്ങളുടെ മേൽ, ഫഅതദൂ നിങ്ങൾ അപ്പോൾ എന്താണ്? തിരിച്ചവരെ ആക്രമിക്കൂ. അലൈഹി ബിമിസ്ലി മാ അത്തദാ അലൈക്കും. അവരെന്താണോ നിങ്ങളോട് കാണിച്ചത് അതുപോലെ അതേ പ്രകാരം നിങ്ങൾ തിരിച്ച് മറുപടി കൊടുക്കാനാണ്. വത്തഖുല്ലാഹ വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നിങ്ങൾ എന്നെ പറഞ്ഞേ? വത്തഖൂ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും എന്ന് പറഞ്ഞാൽ അറിയൂ. അലമൂ നിങ്ങൾ അറിയുവിൻ. തീർച്ചയായും അല്ലാഹു എന്ന് പറഞ്ഞില്ല. മാന്നപ്പോ എന്താക്കി? കസ്ർ ചെയ്യപ്പെട്ടു, അല്ലെ? മാൽ മുത്തഖീൻ. അപ്പൊ ഊന ഈനായത് എന്തുകൊണ്ടെന്ന് മനസ്സിലായോ ഇപ്പോ? ക്ലിയർ. മാഷാ അല്ലാഹ്. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ഇതൊരു സന്ദർഭമാണ് കേട്ടോ. ബീഫി അല ഒക്കെ വന്നാല് കൂടെ എന്താവും വരുന്നത്? കസ്ർ ചെയ്യപ്പെടണം, അല്ലെ? അപ്പൊ ബഹുവചനായപ്പോ ഈന കൊണ്ട് ചെയ്തു, അല്ലെ? നോർമലി വരുന്നത് വെറും ഒരു കസ്ർ ഇട്ടാ മതി. പക്ഷെ മുത്തഖൂൻ അല്ലെങ്കിൽ സ്വാലിഹൂൻ, വാലിമൂൻ, കാഫിറൂൻ ഒക്കെ വരുമ്പോ അതിനെന്താക്കണം? കാഫിരീന, സ്വാലിഹീന, അല്ലെ? മുത്തഖീന. ഓക്കെ, ഇങ്ങനെയാണ് കസ്ർ ചെയ്ത് ബഹുവചന രൂപത്തെ കസ്ർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൻഫിഖൂ ഫീ സബീലില്ലാഹ്. ഫീ സബീലില്ലാഹ് അർത്ഥം പറഞ്ഞേ? മാർഗത്തിൽ. ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ. സബീലില്ലാഹി കണ്ടോ? ഇളാഫത്ത് ചെയ്തു. അള്ളാഹുവിന്റെ മാർഗത്തിൽ. സബീലില്ലാഹ് ഇളാഫത്താണോ? സബീലില്ലാഹി. സബീലില്ലാഹി. യെസ്. വലാ തുൽഖൂ ബി ഐദീകും. വലാ പാടില്ല, അല്ലെ? ചെയ്യരുത്. ബി തുൽഖൂ ബി ഐദീകും നിങ്ങളുടെ കൈകളെ ഇട്ടുകൊടുക്കരുത്. ഇലാ തഹ്ലുക്കത്തി വഹ്സിനു. അത് നമ്മൾ അർത്ഥം പഠിച്ചിട്ടില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. തീർച്ചയായും അല്ലാഹു പറഞ്ഞേ ഇഷ്ടപ്പെടുന്നു, അല്ലെ? അല്ലാഹു മുഹ്സിനീകളെ ഇഷ്ടപ്പെടുന്നു. ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അപ്പൊ ഹജ്ജ് അറിയാം, ഉംറ അറിയാം, രണ്ടും നിങ്ങൾക്ക് അറിയാം. ലില്ലാഹ് ആർക്ക് വേണ്ടി? അല്ലാഹുവിന് വേണ്ടി. ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി. ഇൻ അറിയാം എന്നാൽ ഫമസ്തൈസറ മിനൽ ഹദി വലാ തഹ്ലിഖൂ. തഹ്ലിഖൂ ഹൽഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുടി വടിക്കുന്നതിനാണ് കേട്ടോ. ഹൽഖ്. വലാ തഹ്ലിഖൂ നിങ്ങൾ മുടി കളയരുത്. റൂസൊക്കെ നിങ്ങളുടെ തലയിലുള്ള, അല്ലെ? ഹത്താ യബ്ലുഗൽ ഹദിയ മഹില്ല. ഇതൊരു
എന്താണ് മഹില്ല്, നമ്മുടെ ഹജ്ജിന്റെ ഉംറയുടെ ഒക്കെ ആ ഒരു നിയമവശങ്ങൾ പറയുന്നതാണ് കേട്ടോ. നമ്മളെ ബലിമൃഗം അറുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഫത്വ പറയുന്നതാണ്. മൻ അറിയാം. അപ്പോൾ ആര്? കാന എന്താ? ആകുന്നു. കാന ആയിരുന്നു അല്ലെ? ആയി അല്ലെ? കാന മിൻകും. ഹത്ത എന്താ അർത്ഥം? വരെ. വരെ കണ്ടോ? ഹത്ത വരെ. ഓക്കെ. മിങ്കും മരീറൻ, നിങ്ങൾ ആരെങ്കിലും രോഗിയോ, ഔ ബിഹി അല്ലെങ്കിൽ, ഔ അല്ലെങ്കിൽ അല്ലെ, ഔ അല്ലെങ്കിൽ ബിഹി അതില് അപ്പൊ അതിനെന്താണ്? അതിനൊരു ഫിദിയ ഉണ്ട്. സിയാം, നോമ്പ് അല്ലെങ്കിൽ സദഖ കൊടുക്കണം എന്നുള്ള നിയമമാണ്. ഫിദിയാണ് കേട്ടോ. ഫിദിയ പറയാണ്. അപ്പോൾ ആയാൽ അമിൻതും ഫമൻ തമത്തഅ ബിൽ ഉംറതി ഇലൽ ഹജ്ജ്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. ബിൽ ഉംറ അറിയാം, ഹജ്ജ് അറിയാം, ഇലാ ഫമസ്തൈസറ അല്ല ഇലൽ ഹജ്ജ് ഫമസ്തൈസറ മിനൽ ഹദി ഫമൻ ലം ഇല്ല എങ്കിൽ ലം ഇല്ല യജിദ് പറ്റിയില്ല ഫസിയാമു സലാസത്തിൻ 3 നോമ്പ് ഫസിയാമു അയ്യാമിൻ 3 നോമ്പ് എടുക്കണം ഫിൽ ഹജ്ജ് ഹജ്ജിന്റെ സമയത്ത് സബഅത്തിൻ ബാക്കി 7 ഇദാ റജഅത്തും റജഅ പഠിച്ചല്ലോ റജഅ മടങ്ങി അല്ലെ റജഅത്തും ഇദാ റജഅത്തും നിങ്ങൾ മടങ്ങിയെത്തിയാൽ തിൽക അശറത്തുൻ കാമില 10 പൂർത്തിയാക്കി നോമ്പ് പിടിക്കണം. ദാലിക ലിമൻ ലം യകുൻ അഹ്ലുഹു ഹാദിറിൽ മസ്ജിദിൽ ഹറാം. ദാലിക അത് ലിമൻ ലം യകുൻ ആരല്ല അഹ്ലുഹു ഹാദിറിൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ ഹറാമിലെ താമസക്കാരല്ലെങ്കിലാണ് ആ നിയമം. വത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. വഅലമൂ നിങ്ങൾ അറിയണം ശദീദുൽ ഇഖാബ് അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അറിയണം. ജസാക്കുമുല്ലാഹു ഖൈർ ബാറകല്ലാഹു ഫീക്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടലിനെ സ്വാലിഹ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മപ്പാക്കി തരുമാറാകട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ക്ലാസ് ഇവിടെ എൻഡ് ആകുകയാണ്. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وآخر دعوانا الحمد لله رب العالمين. جزاكم الله خير. بارك الله فيك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ആധാർ വേണം. ഈ ഒരു അക്ഷയലേനി ഓനെ എടുത്താണല്ലേ? നിങ്ങൾ അക്ഷയ പോണോ? ഇവിടെ ഐഫോൺ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊന്തിക്കോ, അല്ലെങ്കിൽ പറഞ്ഞാലും മതി, നിങ്ങൾക്ക് സംസാരിക്കാം.
ആരുടെ അടുത്തും ഐഫോൺ ഇല്ല? ജുമാന തയ്യിൽ. ഹലോ ഹലോ ആ, ആരാണ്? ജുമാന തയ്യിൽ ഐഫോൺ ആണോ? അല്ല. വെറുതെ ചോദിച്ചതാ. ആരും ഇല്ല ഐഫോൺ ഉള്ളവര്? ഇല്ലെങ്കിൽ ഇല്ല പറയൂ, ഞാൻ അതിനുള്ള അടുത്ത സ്റ്റെപ്പ് നോക്കാമല്ലോ. ഇല്ല, ആരാണ്? എന്റെ ആരാണ്? സുലൈഖല്ല. അല്ല, ഉള്ളവര് ആണോ പറയൂന്നാ പറഞ്ഞത്. ഇല്ല. എന്നാ ഞാൻ പോയി ഓഫാക്കാൻ ആളെ വിളിച്ചിട്ട് വരട്ടെ. നിങ്ങളൊക്കെ ലെഫ്റ്റ് ആയിക്കോ ഇൻഷാ അല്ലാ.